എന്തായാലും പ്രധാനമന്ത്രി അദ്ദേഹം 11 മണിക്ക് ശേഷമാണ് 11:05 കൂടിയാണ് കണ്ണൂർ വിമാനത്താവളത്തിലെത്തുക. അവിടെ നിന്ന് നേരെ വന്ന് ഇറങ്ങുക കൽപ്പറ്റ SKMJ സ്കൂളിലേക്കാണ്. അവിടെ നിന്ന് CK വിജയനുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. CK, പ്രധാനമന്ത്രി എത്തുന്നു എന്ന് പറയുന്നത് അത് സാന്ത്വനമാകും, ആശ്വാസമാകും, അതിനപ്പുറത്തേക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അല്ലെങ്കിൽ ഈ ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കണം, അതിനൊപ്പം കേന്ദ്രം എത്രമാത്രം സഹായം നൽകുമെന്നതിൽ വലിയ പ്രതീക്ഷയാണെന്ന് പ്രധാനമന്ത്രിയുടെ ഈ വരവിൽ നമ്മൾ നോക്കിക്കാണുകയും ചെയ്യുന്നത്. അതിനപ്പുറം പഴുതുറ്റ സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട്. കൽപ്പറ്റയിൽ എപ്പോഴാണ് പ്രധാനമന്ത്രി വന്നിട്ട് SKMJ സ്കൂളിലേക്ക് അദ്ദേഹം ഇറങ്ങുക? എപ്പോഴാണ് അവിടെ നടപ്പിലാക്കാൻ സുരക്ഷാ നടപടികൾ എങ്ങനെയായിരിക്കും? മറ്റ് നിയന്ത്രണങ്ങളും? കണ്ണൂരിൽ നിന്നും ഇപ്പോൾ ഫെലിക്സ് പറഞ്ഞതിന് തുടർച്ചയായി അവിടെ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഇപ്പോൾ ഈ സ്കൂൾ മൈതാനത്തേക്കാണ്, ഹെലിപ്പാഡിലേക്കാണ്. നേരത്തെ തീരുമാനിച്ചിരുന്നത് അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇരുന്ന് ഈ പറയുന്ന ദുരന്തബാധിത പ്രദേശങ്ങളിലൊക്കെ പരമാവധി താഴ്ന്നു പറന്ന് അവിടെ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് നേരിട്ട് കാണാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടാകും എന്നാണ്. എന്നാൽ അതിൽ ചെറിയ മാറ്റമുണ്ട്. ഇപ്പോൾ അദ്ദേഹം നേരെ ഈ സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ് എത്തുന്നത്. ഇവിടെ വന്ന് ഈ ഹെലിപ്പാഡിൽ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം കാർ മാർഗം ചൂരൽമലയിലും ഈ മുണ്ടക്കൈയിലും ഭാഗങ്ങളിലും സന്ദർശിക്കുകയും അതിനുശേഷം വിംസ് ആശുപത്രിയിലേക്ക് പോവുകയും അവിടെ നിന്ന് കലക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും ഈ ഹെലിപ്പാഡിലേക്ക് വരികയും ഈ സ്കൂളിലെ ഹെലിപ്പാഡിലേക്ക് വരികയും ഇവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഷെഡ്യൂൾ. ഒരുപക്ഷേ ഇനി ഇതിൽ കാലാവസ്ഥയുടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇനി മാറ്റം വരുത്താൻ ഒരുപക്ഷേ ഈ ഹെലികോപ്റ്ററിലിരുന്ന് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ദുരന്തബാധിത മേഖലകളെ കാണാനുള്ള സംവിധാനം ഇനിയും ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഏതായാലും നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഈ രീതിയിലാണ്. അതായത് ഈ ഹെലികോപ്റ്ററിൽ ഇരുന്ന് ഈ പ്രദേശത്ത് കൂടെ കറങ്ങി ഈ കാഴ്ചകൾ കാണുന്നില്ല, അല്ലെങ്കിൽ ദുരന്തത്തിൻ്റെ ആഴവും അല്ലെങ്കിൽ അതിൻ്റെ ആഘാതവും മനസ്സിലാക്കാനുള്ള ശ്രമം ഹെലികോപ്റ്ററിൽ ഇരുന്നു കൊണ്ടുള്ള ശ്രമം ഇല്ല എന്നാണ്. പകരം അവിടെ നേരിട്ട് സന്ദർശിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. അതിന് ഭാഗമായി ആശുപത്രി സന്ദർശിക്കുന്നുണ്ട്, ഈ ക്യാമ്പ് സന്ദർശിക്കുന്നുണ്ട്. അവിടെ പരിക്കേറ്റവരും ഇത്തരത്തിൽ ചികിത്സയിൽ കഴിയുന്നവരും ദുരന്തത്തെ അഭിമുഖീകരിച്ചവരൊക്കെയായി അതിൽ ചിലരെ തിരഞ്ഞെടുക്കപ്പെട്ടവർ നേരിട്ട് കാണുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്ന ഈ മുറിവുണക്കുന്നതിന് വേണ്ടി അതൊരു രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതനായ ഒരു മനുഷ്യൻ വരുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരുന്നു, ആരാധ്യനായ പ്രധാനമന്ത്രി വന്ന് ഇത്തരത്തിൽ ആൾക്കാരെ ആശ്വസിപ്പിക്കുന്നു, നേരിട്ട് ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് അങ്ങേയറ്റത്തെ പ്രാധാന്യം വയനാട്ടുകാർ കൽപ്പിക്കുന്നുണ്ട്, കേരളീയർ കൽപ്പിക്കുന്നുണ്ട്. ഈ വരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശവും അതുതന്നെയാണ്. അതിനൊരു സാന്ത്വനത്തിൻ്റെ സ്പർശമുണ്ടാകുന്നു എന്നതാണ്. രണ്ടാമത്തേത് പാക്കേജുകൾ സംബന്ധിച്ചാണ്. ഇത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ആ പ്രഖ്യാപനം ഇവിടെ വെച്ച് തന്നെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നേരിട്ട് നടത്തുമോ എന്നുള്ളതും ആൾക്കാർ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം, ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കുമോ എന്നുള്ളതാണ്. 2000 കോടി രൂപയുടെ ആശ്വാസ പദ്ധതികൾ വേണം എന്ന ഒരു പ്രപ്പോസൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് അന്തിമമായ തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് വയനാട്ടിലെ ജനങ്ങൾ, പ്രധാനമന്ത്രി ഇന്ന് വരുന്നതോടെ ആ തരത്തിലാണ് വലിയ പ്രതീക്ഷയോടുകൂടി സംസ്ഥാനം പ്രധാനമന്ത്രിയുടെ ഈ വരവിനെ നോക്കിക്കാണുന്നത്. CK ആണ് വിവരങ്ങൾ നൽകിയത് കൽപ്പറ്റ SKMJ സ്കൂളിൽ നിന്നും.